ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ചും അനുസരിച്ചും അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിനും അവന്റെ സ്വർഗത്തിനും വേണ്ടി കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസം പുലരുമ്പോഴും മുസ്ലിമീങ്ങളാണ് എന്നൊരൊറ്റ കാരണത്താൽ നമ്മളൊക്കെ രാജ്യസ്നേഹം ഉള്ളവരാണെന്നും വർഗീയ വിരുദ്ധത ഉള്ളവരാണെന്നും വർഗീയതയ്ക്ക് എതിരാണെന്നും ഇത്തരത്തിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഓരോ ദിവസവും നമ്മൾ നിരപരാധികളാണ് എന്ന് തെളിയിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുബോധം മാറിയിട്ടുണ്ട് എന്നാണ് വർത്തമാന കാലഘട്ടത്തിലെ ഓരോ ചർച്ചകളും തെളിയിക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് എത്രമാത്രം വർഗീയമായി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്കറിയാം. എന്തൊരു പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ മുസ്ലിം പേര് കണ്ടെത്തി വർഗീയ ശക്തികളുടെയും വർഗീയ പരത്തുന്ന മാധ്യമങ്ങളുടെയും ഒളിയമ്പുകൾ ആ മുസ്ലിം നാമത്തിന്റെ പേരിൽ കാണുന്ന അന്ത്യചർച്ചകൾക്ക് വേണ്ടി കുടിയിരിക്കുന്നതും ഞാൻ നിങ്ങളുമൊക്കെ കാണുക.
അതോടൊപ്പം ഇത്തരം ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുസ്ലിം അല്ലാത്ത ഒരാൾ ഇടപെട്ടിട്ടുണ്ട്, പിടിക്കപ്പെട്ടാൽ അതുവരെ അത്തരത്തിലുള്ള വിഷയത്തിൽ അത് മുസ്ലിമീങ്ങളാണ്, തീവ്രവാദികളാണ് എന്ന് പറയപ്പെട്ടവർ മുസ്ലിമീങ്ങളല്ല എന്ന് ബോധ്യപ്പെട്ടാൽ, അതല്ലെങ്കിൽ അവർ സ്വയം കുറ്റം ഏറ്റെടുത്താൽ മിനിറ്റുകൾ കൊണ്ട് ആ തീവ്രവാദ ഭീകരവാദ ചർച്ചകളൊക്കെ അവസാനിച്ച് അതെന്തോ മാനസികമായ തകരാറുള്ളവനാണ്, മാനസികമായ പിരിമുറുക്കത്താൽ ചെയ്തതാണ്, ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നമ്മുടെ നാടുകളിൽ അരങ്ങേറാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയാണ്. ഇനി ഒരു നിലക്കും ഒരു മുസ്ലിമിനെ ഒരു വിഷയത്തിലും പ്രതിചേർക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ മുസ്ലിം രാജ്യത്ത് ജോലി ചെയ്തവനാണ്. അങ്ങനെ മുസ്ലിമീങ്ങളുമായി മുസ്ലിമീങ്ങൾ ഏതെങ്കിലും നിലക്ക് ആ വിഷയത്തിൽ പ്രതിചേർക്കാനുള്ള ഒരു ഇസ്ലാമോഫോബിയ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് ചർച്ചകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ മനസ്സിലാവും. ഇവിടെ നാം അറിയേണ്ടത് ഇസ്ലാമോഫോബിയ നാം വിചാരിച്ചതുപോലെയൊന്നുമല്ല. അതിനേക്കാൾ എത്രയോ അപ്പുറത്താണ്. ഇതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ കാണുന്ന, വീഡിയോകൾ ദർശിക്കുന്ന, നടക്കുന്ന വാർത്തകളെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള നിങ്ങളുടെ മുമ്പിൽ കൂടുതൽ പറയേണ്ടതില്ല. ഇസ്ലാമോഫോബിയ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യത്തെ പിടികൂടിയിട്ടുണ്ട് എന്ന്, നമ്മളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഇന്ന് വർത്തമാനഘട്ടത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഇസ്ലാമോഫോബിയ എന്തിനും ഏതിനും മുസ്ലിം സമുദായത്തെയും ആ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും പ്രതിചേർക്കാനുള്ള ആ ഒരു ഫോബിയ ഇവിടെ അരങ്ങേറുന്നുണ്ട് എന്ന് അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും, സഹോദരങ്ങൾ പോലും, സഹോദരിമാർ പോലും പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 10-15 വർഷം മുമ്പുണ്ടായിരുന്ന കേരളത്തിന്റെ പൊതുബോധ മനസ്സുകളല്ല ഇന്ന് നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കുമുള്ളത്. എവിടെയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിചേർത്തെങ്കിൽ മാത്രം സമാധാനം അടയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട, മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന, മുസ്ലിമീങ്ങളാണ് എന്നതിൽ, ഇസ്ലാമിന്റെ ആളുകളാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ, ഏറ്റവും പ്രധാനമായി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുക എന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുക. ഇവിടെ നമ്മുടെ മുൻഗാമികളാകുന്ന ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ മക്കയിൽ നിന്ന്, അറേബ്യയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോ ഇവിടെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവർക്കെല്ലാം ചെയ്തു കൊടുക്കുവാനും ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. പരസ്പരം സഹായിക്കുവാനോ, പരസ്പരം സാഹോദര്യം പങ്കുവെക്കുവാനോ, പരസ്പരം കച്ചവടം ചെയ്യുവാനോ ഒരിക്കലും അവരുടെ മതം അവർക്ക് തടസ്സമായിരുന്നില്ല. എന്നാൽ അവരാരും അത്തരം ആളുകളുടെ മുമ്പിൽ അവരുടെ ആദർശം പണയപ്പെടുത്തിയിട്ടുമില്ല. അപ്പൊ ആദർശം പണയപ്പെടുത്താതെ മറ്റുള്ളവരുമായി സഹകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒന്നും നമ്മുടെ മതം തടസ്സമാവുകയില്ല എന്ന മഹനീയമായിരിക്കുന്ന ചരിത്രം പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് മഹാന്മാരാകുന്ന ആളുകൾ പറഞ്ഞത്, ചരിത്രം പഠിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ മുൻഗാമികൾ എങ്ങനെയായിരുന്നു അവർ വർത്തിച്ചിരുന്നത് എന്ന് നാം പഠിച്ചാൽ അതിൽ ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നും, ചരിത്രമറിയാത്ത ആളുകളാണ്, ഏതൊരു വിഷയത്തിന്റെയും ചരിത്രമറിയാത്തവരാണ് വഴിതെറ്റിപ്പോകുന്നതും ഇല്ലാത്ത പ്രചരണങ്ങൾ അടിച്ചുവിടുകയും ചെയ്യുന്നത് ചരിത്രബോധമില്ലായ്മയാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങളോടുള്ള നമ്മോടുള്ള വിരോധം, നമ്മോട് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം നാമത്തോടുള്ള വിരോധമല്ല, മുസ്ലിം നാമത്തോടുള്ള വിരോധമല്ല, മറിച്ച് നാം മുന്നോട്ട് വെക്കുന്ന മഹത്തായ ഒരു ആദർശമുണ്ട്, ഇസ്ലാമിക ആദർശം. ആ ഇസ്ലാമിക ആദർശത്തോടുള്ള വിയോജിപ്പാണ് എന്തിനും ഏതിനും മുസ്ലിം സമുദായത്തിനെ പ്രതിചേർക്കാനുള്ള
ഈ തത്രപ്പാട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുക. ഒന്ന് ചരിത്രം പഠിക്കുക എന്നതാണ്. രണ്ടാമത്തേത് ഫാഷിസത്തിന്റെ അജണ്ടകളെ വളരെ കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നതാണ്. ഇന്ത്യ എന്ന മഹനീയമായ പേര്, ആ പേര് പോലും പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഫാസിസം ഈ രാജ്യത്തിന്റെ മഹനീയമായിരിക്കുന്ന ആത്മാവിനെ പറിച്ചെടുക്കുന്നുണ്ട് എന്ന മഹത്തായ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതോടുകൂടെ ഏറ്റവും പ്രധാനമായി ഏതൊരു തർക്കങ്ങൾ വരുമ്പോഴും, ഏതൊരു ചർച്ചകൾ വരുമ്പോഴും ആ ചർച്ചകളിൽ നമ്മുടെ ഇടപെടലുകൾ വളരെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്നതാണ്. കാരണം ചർച്ചകളൊക്കെ ഇങ്ങനെ മുസ്ലിമീങ്ങളെ വേട്ടയാടി ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് അന്തിച്ചർച്ചകൾ ഉണ്ടാകുമ്പോ അതിന്റെ താഴെയുള്ള കമന്റുകൾ വായിക്കുമ്പോ പറയാതിരിക്കാൻ കഴിയില്ല. മുസ്ലിമീങ്ങളാണെന്ന് പറയപ്പെടുന്ന നമ്മെപ്പോലെയുള്ള ആളുകൾ അതിന്റെ അടിയിൽ ആ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോ, ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും പക്വമല്ലാത്ത പലതുമുണ്ട്. പക്വമല്ലാത്ത മെസ്സേജുകളും പ്രതികരണങ്ങളും നടത്തുന്ന ഒരു അവസ്ഥ ഒരിക്കലും മുസ്ലിമീങ്ങളാകുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകരുത്. മറിച്ച് എന്തൊരു ചർച്ചകൾ ഇസ്ലാമിനെതിരെ വരുമ്പോഴും മുസ്ലിമീങ്ങൾക്കെതിരെ വരുമ്പോഴും ഏറെ പക്വമായി വികാരത്തിന് അടിമപ്പെടാതെ വിവേകപൂർവം ആ കാര്യങ്ങളെ സമീപിക്കുവാനും, അതോടുകൂടെ ഇസ്ലാം എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നവനാണ്, ഒരു മുസ്ലിമാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമാണെന്ന് പറഞ്ഞ് ആദർശത്തെ ജീവിതം കൊണ്ട് സമൂഹത്തിൽ അടയാളപ്പെടുത്താനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. തെരുവുകളിലാകട്ടെ, സോഷ്യൽ മീഡിയകളിലാകട്ടെ, പ്രതികരിക്കുമ്പോ വർഗീയ ശക്തികൾക്ക് അവരുടെ അതേ ഭാഷയിൽ അവരിങ്ങോട്ട് ഒന്ന് പറയുമ്പോ അവരുടെ അതേ ഭാഷയിൽ പ്രതികരിക്കേണ്ടവരല്ല നമ്മൾ. കാരണം ഇസ്ലാമിനെതിരെ ആരോപണം ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല. നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോ, ഇപ്പത്തെ ഈ അവസ്ഥകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് വല്ലാത്ത ഒരു മടുപ്പ് വരുന്നത്, അതല്ലെങ്കിൽ നമുക്ക് മാനസികമായ വല്ലാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നത് നമ്മൾ ചരിത്രത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ അതേ നിലക്ക് മറുപടി പറയുക എന്നതല്ല ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട്. അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, ഒരിക്കലും നന്മയും തിന്മയും ഒരുപോലെയാവുകയില്ല. അവർ നിന്നെ ഇങ്ങോട്ട് ചീത്ത പറയുമ്പോ അതേ നാണയത്തിൽ അങ്ങോട്ട് ചീത്ത പറയേണ്ടവനല്ല നീ. മറിച്ച് ഏറ്റവും നല്ല വാചകങ്ങളെ കൊണ്ട്, ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട്, നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നത് നമ്മുടെ ബാധ്യതയുമാണ്. മിണ്ടാതിരിക്കാനും പറ്റില്ല. ഒരു വിഷയം കേൾക്കുമ്പോ, ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു കാര്യം കേൾക്കുമ്പോ മിണ്ടാപൂച്ചകളായി ഓടി മറയേണ്ടവരല്ല നമ്മൾ. മറിച്ച് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അവിടെ ഒരിക്കലും നമ്മുടെ പക്വത നഷ്ടപ്പെടാൻ പാടില്ല. ഏറ്റവും നല്ലത് കൊണ്ട് പ്രതികരിക്കുവാൻ നിനക്ക് കഴിയണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താ? എന്നാൽ നിന്റെയും അവരുടെയും ഇടയിലുള്ള ശത്രുത ഒഴിവാകുമെന്നതാ. നമ്മളെ ഇങ്ങോട്ടൊരാൾ ചീത്ത പറയുമ്പോ നല്ല നിലക്ക് മാന്യമായി അവർക്ക് ഇടപെടുകയും, അതല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമ്പോ അതിനിടയിൽ ഇസ്ലാമിന്റെ മഹത്തരമായിരിക്കുന്ന അതിന്റെ ആദർശത്തെയാണ് ഒരു മെസ്സേജിലൂടെ നമ്മൾ കൈമാറുന്നതെങ്കിൽ ആ മെസ്സേജ് മതിയാകും, ആ നല്ല മെസ്സേജുകൾ മതിയാകും. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച, മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് മാറി ചിന്തിക്കാൻ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നല്ലത് കൊണ്ടാണ് നീ പ്രതികരിക്കുന്നതെങ്കിൽ നിന്റെയും അവരുടെയും ഇടയിലുള്ള ശത്രുത ഇല്ലാതെയാവുകയും ആ ശത്രുവായി നടന്നിരുന്ന ആളുകൾ നിന്റെ സഹായിയായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ, ഒരു കാലത്ത് ഒരുപാട് തെറ്റിദ്ധരിക്കുകയും ഇസ്ലാമിനെ വിമർശിക്കുകയും ചെയ്ത എത്രയോ ആളുകളുണ്ട്. ഇന്ന് ഇസ്ലാമിനോടൊപ്പം മുസ്ലിമീങ്ങളുടെ ആശയമാണ് ശരി, അവരുടെ നിലപാടുകളാണ് ശരി എന്ന് പറഞ്ഞ് നമ്മെ സഹായിക്കാനും നമുക്ക് അനുകൂലമായി സംവദിക്കുവാനും ചർച്ചകൾ ചെയ്യുവാനും
നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ എതിരാളികളായ ആളുകൾ പോലും ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് എന്നത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാവുന്നതാ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നല്ല നിലക്കാണ് നീ പ്രതികരിക്കുന്നതെങ്കിൽ നിന്റെയും അവരുടെയും ഇടയിലുള്ള ആ ശത്രുതാ മനോഭാവം ഇല്ലാതെയാവുകയും അവർ നിന്റെ സഹായിയായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നിലക്കുള്ള പ്രതികരണങ്ങളാകണം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത്. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു മെസ്സേജ് മുസ്ലിം സമുദായത്തിന് വേദനയുണ്ടാക്കുന്ന, ഒരാൾക്ക് വേദനയുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ ഇസ്ലാമിനെ മുഴുവനും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വാക്കുകളോ പ്രവർത്തനങ്ങളോ ഇടപെടലുകളോ മെസ്സേജുകളോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല, നമ്മുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്, ഞാൻ ഒരു തെറ്റ് ചെയ്താൽ എവിടെയെങ്കിലും ഒരു കമന്റ് കണ്ടാൽ, നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയകളിൽ ഇത്രയും ചർച്ചകൾ നടക്കുമ്പോ ഏതെങ്കിലും മോശമായി ഒരു മുസ്ലിം നാമമുള്ള ഒരാൾ ഒരു മെസ്സേജ് അയച്ചാൽ അതിന്റെ താഴെ പിന്നെ വരുന്ന മെസ്സേജുകൾ ഏതെങ്കിലും ആ പ്രതികരണം നടത്തിയ ആ മുസ്ലിമിനെതിരായിട്ടല്ല, മറിച്ച് ഇസ്ലാമിന്റെ മുഴുവൻ ആളുകളെയും ഇസ്ലാമിനെ മുഴുവനും താറടിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും മറുപടികളുമാണ് അതിന്റെ താഴെ മറുപടിയായി വരിക. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത്, ഇസ്ലാമിന് ദ്രോഹമാകുന്ന, പരിശുദ്ധമായ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന, നമ്മെ ഇങ്ങോട്ട് പരിഹസിക്കാൻ വേണ്ടി നമ്മളൊരു ആയുധം കൊടുക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു വിശ്വാസി വിവേകമുള്ളവനായി മാറണം എന്നതാണ്. വിവേകമുള്ളവനായി മാറണം. ചോര തിളപ്പിക്കുന്ന, അതല്ലെങ്കിൽ നമ്മളെ കോപത്തിലേക്ക് കൊണ്ടുവരുന്ന അത്തരം ഇടപെടലുകളോ അത്തരം സാഹചര്യങ്ങളോ വർത്തമാനങ്ങളോ പ്രഭാഷണങ്ങളോ അല്ല ഒരു മുസ്ലിമിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടത്. സമാധാനത്തോടുകൂടെ നല്ല വർത്തമാനങ്ങളും വിവേകത്തോടുകൂടെയുള്ള പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളുമാണ് നമുക്ക് ഇസ്ലാമിന് ഗുണകരമാവുക എന്ന് ഞാൻ നിങ്ങളും അറിയുക. അതോടുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്മാരോട് പോലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോ വല്ലാത്തൊരു മാനസികമായ വല്ലാത്ത വിഷമമുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ, ആദർശങ്ങളെ സമുദായത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആനും സുന്നത്തും പറഞ്ഞുകൊണ്ട് നമ്മൾ ബോധ്യപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ സ്വർണ്ണക്കടത്തിനെയോ കള്ളക്കടത്തിനെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാഫിയകളെയോ ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു കള്ളക്കടത്തിലൂടെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും അത് തനിച്ച ഹറാമാണ്, അത് നിഷിദ്ധമാണ്, അത് ചെയ്യല്ല മക്കളെ എന്ന് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹദീസ് പഠിപ്പിച്ചുകൊണ്ട് സമുദായത്തെ ബോധവൽക്കരിക്കപ്പെടുന്ന ഈ സമൂഹത്തിന്റെ മുഴുവൻ ആളുകളെയും തീവ്രവാദികളും ഭീകരവാദികളുമാക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുമ്പോ നമ്മൾ അറിയേണ്ടത്, മനസ്സ് വേദനിക്കുമ്പോഴും പ്രവാചകന്മാരോട് മുഴുവനും അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ സമൂഹം ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ തന്നെയാ പറഞ്ഞത്. ഒരാളെയും ഒരു പ്രവാചകനെയും ഒരു സമൂഹവും പൂമാലയിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, പരലോകം പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഇവിടെ നിന്ന് ചെയ്യുന്ന നന്മകൾക്ക് നാളെ പരലോകത്ത് അവിടെ അനുഗ്രഹം ഉണ്ടാകുമെന്നും ഇവിടെ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ തിന്മകൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നാളെ അള്ളാഹുവിന്റെ കഠിനകഠോരമായ ശിക്ഷ നാളെ പരലോകത്തുണ്ടാകുമെന്നും ആ നന്മകൾ മാത്രമേ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചതിന്റെ പേരിൽ സമൂഹത്തിന്റെ നന്മകൾ മാത്രം പഠിപ്പിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ എല്ലാ പ്രവാചകന്മാരെയും ധിക്കരിക്കുകയും, നിങ്ങളാണ് ഈ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നത്, നിങ്ങളുടെ ഈ മതമാണ് ഇവിടെ ഐക്യത്തോടുകൂടെ ജീവിച്ച ഈ സമൂഹത്തിൽ ഛിദ്രതയും ഭിന്നിപ്പും ഉണ്ടാക്കിയത് എന്ന് സർവ പ്രവാചകന്മാരോടും അവരുടെ അനുയായികൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലേ, ആ പ്രബോധനത്തിന്റെ ആദ്യ ദിവസം തന്നെ അബൂ ലഹബ് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതന, മുഹമ്മദേ നിനക്ക് നാശം, നീ എന്താ യാ അലിഹാദാ ജമഅതന, ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ പോവുകയായിരുന്നു വല്ലാത്ത സൗഹാർദ്ദത്തിൽ, അവിടെയാണ് നീ വന്നിട്ട് ഒരു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കാൻ പാടില്ല,
ഇങ്ങനെ നന്മകൾ പറഞ്ഞു തന്ന് ഞങ്ങളുടെ ഇടയിലുള്ള ഈ ഐക്യത്തിനെ നശിപ്പിച്ചു കളഞ്ഞത് നീയാണ് മുഹമ്മദേ എന്ന ഭീകരവാദത്തിന്റെ വർത്തമാനം ആദ്യമായി ദഅവത്ത് തുടങ്ങിയ ആ ദിവസം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതോടുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കും പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരാള് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയിലേക്കോ ആ കുടുംബത്തിലേക്കോ മാത്രം ഒതുങ്ങാതെ അത് സമൂഹത്തിൽ മുഴുവനും അത് ഒരു സമൂഹത്തെ മുഴുവനും ബാധിപ്പിക്കുന്ന ചർച്ചകൾ, അതല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം ചർച്ചകൾ എല്ലാ സോഷ്യൽ മീഡിയകളും പിന്നെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലെല്ലാം അതിന്റെ മാസങ്ങളോളം ചർച്ചകൾ നീണ്ടു നിൽക്കും. എന്നാൽ മറ്റേതെങ്കിലും ഒരു സമൂഹമാണെങ്കിൽ അത് ആ ഒരു ദിവസം മിനിറ്റുകൾ കൊണ്ട് അത് അവിടെ അവസാനിക്കുന്നതും നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ എല്ലാവർക്കും ഇത്ര പേടി? അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ മറുപക്ഷത്ത് ശത്രുപക്ഷത്ത് നിർത്താനുള്ള ഒരു വല്ലാത്ത താല്പര്യം എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മോടോ നമ്മുടെ കുടുംബത്തിനോടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നിനോടുള്ള വൈരാഗ്യമല്ല, മറിച്ച് നാം മുന്നോട്ട് വെക്കുന്ന മഹനീയമായ ആദർശത്തോടുള്ള വിമർശനമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഇസ്ലാമിനെ എതിർക്കുകയും അതിനെ ആക്ഷേപിക്കുകയും അങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ തുടക്കം മുതൽ ഉള്ള കാര്യമാണ്. ഇന്ന് ലോകത്തുള്ള ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ഹിസങ്ങളുണ്ട്, ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സത്യസന്ധമാണെന്ന് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചതൊന്നിലും ഒരു തിന്മ പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല നിങ്ങൾക്കെന്ന് ആരുടെ മുമ്പിലും നെഞ്ചുയർത്തി നിന്നുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് 23 വർഷം കൊണ്ട് പഠിപ്പിച്ചു തന്ന മഹനീയമായ ആദർശത്തിൽ തിന്മയായി യാതൊന്നുമില്ല, പഠിപ്പിച്ചതെല്ലാം നന്മ മാത്രമാണെന്ന് ആരുടെ മുമ്പിലും തുറന്നു പറയാൻ കഴിയുന്ന ഏക മതം പരിശുദ്ധ ഇസ്ലാം എന്ന ഞാനും നിങ്ങളും മെമ്പറായിട്ടുള്ള നമ്മുടെ മതമാണ്. അത് തന്നെയാണ് ആ നന്മ പഠിപ്പിക്കുന്നു എന്നത് തന്നെയാണ് എല്ലാവിധ വർഗീയതക്കും തീവ്രവാദങ്ങൾക്കും തെറ്റുകൾക്കും അതുപോലെ തമ്മാടിത്തരങ്ങൾക്കും എല്ലാത്തിനും വിശുദ്ധ ഇസ്ലാം എതിരാണ് എന്നതാണ് ഈ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ വളർച്ചയിലും മുസ്ലിമീങ്ങളുടെ വളർച്ചയിലും അത്ഭുതപ്പെടുകയും അസൂയ കൊള്ളുകയും ചെയ്യുന്ന ഒരു സമൂഹം ലോകത്തുണ്ട്. അത് ഇന്ന് അവസാനിക്കില്ല. നാളെ മറ്റൊരു രൂപത്തിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ വരും. അത് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഇസ്ലാമിനെ എതിർത്താലും എത്ര വലിയ കൊലകൊമ്പൻ ഏതെല്ലാം ആരോപണങ്ങൾ ഉയർത്തിയിട്ട് മുസ്ലിമീങ്ങളെല്ലാം വളരെ മോശക്കാരായി വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയാലും തകരുന്നവരല്ല, തളരുന്നവരല്ല നമ്മൾ. എന്തുകൊണ്ട് തളരില്ല? എന്തുകൊണ്ട് നമ്മൾ തകരില്ല? അള്ളാഹു നമുക്ക് നൽകിയ ഉറപ്പാണ്. യുരീദൂന, അവരുദ്ദേശിക്കുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാന്റെ ഈ പ്രകാശങ്ങൾ ഞങ്ങൾ കെടുത്തിക്കളയണം. തൊള്ള കൊണ്ട് വർത്തമാനങ്ങളെ കൊണ്ട് ആരോപണങ്ങളെ കൊണ്ട് ഇസ്ലാമിന്റെ പ്രകാശം കെടുത്തിക്കളയാമെന്ന് ചില ആഗ്രഹിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്ന വാക്ക് അള്ളാഹുവിന്റെ പ്രകാശത്തെ അള്ളാഹു പരിപൂർണമാക്കുക തന്നെ ചെയ്യും. ധിക്കാരികളും പോക്കിരികളുമായ അവിശ്വാസികൾ ഈ വിശുദ്ധ ഇസ്ലാമിന്റെ ദർശനത്തെ എത്രമാത്രം എതിർത്താലും അള്ളാഹു പൂർത്തിയാക്കുമെന്നത് അള്ളാഹുവിന്റെ ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഇസ്സത്തുള്ള അള്ളാഹുവിനും അവന്റെ റസൂലിനും യഥാർത്ഥ വിശ്വാസികൾക്കുമാണ് ഇസ്സത്തുള്ളത് എന്ന കൃത്യമായ തിരിച്ചറിവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ വരുന്ന എന്ത് ആരോപണങ്ങൾ, ഏത് തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാലും ഞാനും നിങ്ങളും നിരാശരായി ഉൾവലിയേണ്ടവരല്ല, മറിച്ച് അതിനെതിരെ ശക്തമായി നല്ല നിലക്ക് പ്രതികരിക്കുകയും അതിനെതിരെ നിലകൊള്ളുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. നിരാശരാവാതെ മുന്നോട്ട്
പോകാൻ നമുക്ക് കഴിയണം. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇസ്ലാമിന്റെ മെമ്പറാണെന്ന് ആരുടെ മുമ്പിലും വളച്ചുകെട്ടില്ലാതെ പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഞാൻ നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ കാര്യം, നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ കർമ്മത്തിലുമൊക്കെ എനിക്ക് നിങ്ങൾക്കും പൂർണ്ണമായ മുസ്ലിമാകാൻ കഴിയണമെന്നതാണ്. ഒരു യഥാർത്ഥ മുസ്ലിമായാൽ മാത്രമേ ഇത്തരം പ്രതിസന്ധികളെ മാന്യമായ നിലക്ക് ഇടപെടാനും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും കഴിയുകയുള്ളൂ. ഏതൊരു തിന്മയുടെയും അനന്തര ഫലങ്ങളെ കുറിച്ച് മഹാനായ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകൻ. അദ്ദേഹം പറയുന്നത്, വഖദ് ഹസലത്ത് ഹസീമത്തുൽ മുസ്ലിമീന ലിമഅസിയത്തിൻ വാഹിദ. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഉഹദ് യുദ്ധത്തെ മുസ്ലിമീങ്ങൾ 1-ാം റൗണ്ടിൽ വിജയിച്ചിരുന്നു. 2 റൗണ്ട് യുദ്ധമുണ്ടായി ഉഹദ് രണാങ്കണത്തിൽ. ബദർ യുദ്ധം പോലെയായിരുന്നില്ല ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധം നടക്കുമ്പോഴേക്ക് അത്യാവശ്യം ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ വന്നു. അത്യാവശ്യം ആയുധങ്ങൾ ഉണ്ടായിരുന്നു, സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു, സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത്. എന്നാൽ ബദർ യുദ്ധ സമയത്തോ മുസ്ലിമീങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആയുധമില്ല, ഒന്നുമില്ലാതെ വെറും കയ്യുമായിട്ടാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത്. എന്നിട്ടും അവിടെ വിജയിച്ചല്ലോ. എന്നാൽ ഉഹദിൽ പലതും ഉണ്ടായിട്ടും അവിടെ മുസ്ലിമീങ്ങൾക്ക് പരാജയമുണ്ടായി. മഹാരഥന്മാരാകുന്ന 70ഓളം സ്വഹാബികൾ രക്തസാക്ഷിയായി. ഹംസത്തുൽ ഖറാർ, ഹംദല, അനസ് ബിൻ നളർ, അതുപോലെ തുടങ്ങിയ പ്രഗത്ഭരായ പല സ്വഹാബികളും മരണപ്പെട്ട യുദ്ധം, ഷഹീദായ യുദ്ധമാണ് ഉഹദ് യുദ്ധം. അള്ളാഹുവിന്റെ റസൂലിന്റെ പല്ല് പോലും പൊട്ടി. പ്രിയപ്പെട്ട പ്രവാചകൻ ഒരുപാട് നൊമ്പരങ്ങൾ ഉണ്ടായ യുദ്ധമാണ്. ഇതിനെക്കുറിച്ച് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാം, ഇവിടെ ചെറിയ ഒരു അനുസരണക്കേടാണ് കാണിച്ചത്. ചെറിയൊരു അനുസരണക്കേട്. ആര്? സ്വഹാബത്ത്. തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ചെറിയ ഒരു ഇജ്തിഹാദിലുണ്ടായ ചെറിയ ഒരു അപാകതയാണ്. എന്തായിരുന്നു ആ ഇജ്തിഹാദ്? അല്ലാഹുവിന്റെ റസൂല് ജബലുർ റുമാത്ത് എന്ന് പറയുന്ന ഉഹദ് പോർക്കളത്തിന്റെ അടുത്ത് ഒരു ജബലുർ റുമാത്ത്, ഒരു ചെറിയ ഒരു മലയുണ്ട്. അതിന്റെ മുകളിൽ 50 അമ്പെയ്ത്തുകാര്, പ്രഗത്ഭരായ 50 അമ്പ് ചെയ്യാൻ കഴിയുന്ന നല്ല യുദ്ധ വിവരമുള്ള 50 അമ്പെയ്ത്തുകാരെ ജബലുർ റുമാത്തിന്റെ മുകളിൽ നിർത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ പറയുന്നത് വരെ ഇറങ്ങി വരാൻ പാടില്ല. ഒരു നിർദ്ദേശമായിരുന്നു. യുദ്ധം നടന്നു. 50 അമ്പെയ്ത്തുകാർ ജബലുർ റുമാത്തിന്റെ മുകളിലാണ്. അവർക്ക് ഇങ്ങനെ യുദ്ധം നടക്കുന്നതൊക്കെ കാണാം. കുറെ എങ്ങനെ നിന്ന് നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ജയിച്ചു, ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി ഓടിപ്പോയി. ആ സമയത്ത് ഈ 50 അമ്പെയ്ത്തുകാരാകുന്ന സ്വഹാബിമാര് അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞത് അതിന്റെ ഉദ്ദേശം ജയിക്കുന്നത് വരെ, നമ്മൾ ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവര് പരാജയപ്പെട്ട് തോറ്റോടുന്നത് വരെ ഇറങ്ങരുത് എന്നായിരിക്കാം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പല അഭിപ്രായമുണ്ടെങ്കിലും അതിലൊരു അഭിപ്രായം 43 സ്വഹാബികളും ജബലുർ റുമാത്തിൽ നിന്ന് ഇറങ്ങി. റസൂലുള്ളാഹി പറയുന്നതിന് മുമ്പ് 7 സ്വഹാബികൾ മാത്രം അവിടെ നിന്നു. അതിനേക്കാൾ കുറവാണെന്ന അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഈ സ്വഹാബിമാരൊക്കെ ജബലുർ റുമാത്തിൽ നിന്ന് ഇറങ്ങി ഉഹദ് രണാങ്കണത്തിലേക്ക് വന്നു. അവിടെ ഗനീമത്ത് ശേഖരണം നടത്തുകയാണ്. ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ അതിൽ സന്തോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ഓടിപ്പോയ ശത്രുക്കൾ ജബലുർ റുമാത്തിൽ നിന്ന് സ്വഹാബികൾ ഇറങ്ങിയത് കണ്ട് അവർ ആ ജബലുർ റുമാത്തിൽ നിന്ന് ശേഷിച്ച ആ സ്വഹാബിമാരെ വധിച്ചുകൊണ്ട് അതിശക്തമായി തിരിച്ചു വരുന്നതാണ് പിന്നീട് കാണുന്നത്. അതിശക്തമായി അവർ തിരിച്ചു വന്നു. 2-ാം റൗണ്ട് ഉഹദ് രണാങ്കണത്തിൽ ശക്തമായി യുദ്ധം നടന്നു. ആ സമയത്താണ് മുസ്ലിം സമൂഹത്തിന് അവിടെ പരാജയങ്ങൾ ഉണ്ടായത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാ, ഇവിടെ ചെറിയൊരു അനുസരണക്കേട് മാത്രമാണ് മുസ്ലിമീങ്ങൾ ഉണ്ടായത്. പക്ഷേ ഉഹദിൽ വില കൊടുക്കേണ്ടി വന്നത് ശക്തമായ വിലയാണ്. എന്നിട്ട് മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, എന്നാൽ വനഹ്നുൽ ആന, ഇന്ന് നമ്മൾ നുരീദുൽ ഇന്തിസാർ, വിജയം വേണമെന്ന് നമ്മൾക്കൊക്കെ ആഗ്രഹമുണ്ട്. മുസ്ലിമീങ്ങൾ നല്ല ഇസ്സത്തോടു കൂടെ ജീവിക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ വൽ മആസി കസീറത്തുൻ ഇൻദന,
നമ്മുടെ അടുക്കലുള്ള പാപങ്ങൾ കുറച്ചൊന്നുമല്ല. നമ്മുടെ തെറ്റുകൾ നന്നാക്കാൻ, മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മളാരും തയ്യാറല്ല. എന്നാൽ നമുക്ക് സഹായമുണ്ടാകണം, നമുക്ക് ഇസ്സത്ത് ഉണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കുന്നത് അത് ശരിയല്ല എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ മേൽ ശത്രുക്കൾ ആധിപത്യം നേടാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായി മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, നമ്മളെ ശത്രുക്കളാക്കാനും പ്രതിക്കൂട്ടിലാകാനും കാരണം നമ്മൾ തന്നെയാണ്. ഒന്നാമത്തത് മതനിഷേധമാണ്. ഇസ്ലാമിനെയും അതുപോലെ ഖുർആനിനെയും ഒക്കെ പരിഹസിക്കുന്ന, അള്ളാഹിനെ നിഷേധിക്കുക, അവസാനം അള്ളാഹ് തന്നെ വേറെ ഏതൊക്കെ ഔലിയാക്കളാണെന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും മുസ്ലിമീങ്ങളുടെ മേൽ ശത്രുക്കളുടെ ആധിപത്യം ഉണ്ടാകും. അതേ പ്രകാരം കാപട്യനായി മാറുക, പേരുകൊണ്ട് മാത്രം മുസ്ലിം ആവുക, എന്നിട്ട് ഇസ്ലാമിനെ മറുഭാഗത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്ന കപടന്മാരുടെ അടയാളം ഉണ്ടാവുക. മൂന്നാമത്തത് മഹാനായ ഇബ്നു തൈമിയ്യ പറയുന്ന വൽ ബിദ്അു, ബിദ്അത്ത്, പുത്തനാചാരങ്ങൾ, പുത്തൻ വാദങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ തീർച്ചയായും മുസ്ലിമീങ്ങളുടെ മേൽ ശത്രുക്കളുടെ ആധിപത്യം ഉണ്ടാകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് മുമ്പേ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുകയും ശരിയായ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇസ്ലാമിനെ എതിരെ നേരിടുമ്പോൾ നമുക്ക് മുസ്ലിമായി ജീവിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയണം. അല്ലാഹു തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. മുസ്ലിം സമൂഹം വിവിധങ്ങളായ രാജ്യങ്ങളിൽ, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മുസ്ലിമായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, മറ്റൊരു തെറ്റുമില്ല, മുസ്ലിമായി എന്നൊരൊറ്റ കാരണം കൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന, മർദ്ദനങ്ങൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ ശാന്തി നൽകണം റഹ്മാനെ. അല്ലാഹുവേ അവർക്കൊക്കെ നീ സമാധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്ക് മഗ്ഫിറത്ത്, മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഇസ്ലാമിനെതിരെ എന്ത് തന്നെ ആരോപണങ്ങൾ വന്നാലും അല്ലാഹുവേ പിടിച്ചു നിൽക്കാൻ, ഇസ്ലാമിൽ ഇസ്സത്തുള്ള അഭിമാനമുള്ള മുസ്ലിമീങ്ങളായി തുടരാൻ, മരണം വരെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു നൽകണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക വർഹംനാ برحمتك يا أرحم الراحمين.